എല്ലാവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് അത് ചൂണ്ടിക്കാണിച്ചു തരും ഗുരു. ആ ഗുരു മണ്ഡലം തന്നെ നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മളൊരു ഗുരുവിനെ മനസ്സാ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ഗുരു മണ്ഡലം തന്നെ നമ്മോടൊപ്പം ഉണ്ടാവുമെന്നുള്ളത് പല ഘട്ടങ്ങളിലും എനിക്ക് അനുഭവമായിട്ടുണ്ട്. അതിൽ ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു തിരിച്ചറിവാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഗുരു എപ്പോഴും നമ്മളോട് പറയുന്ന കാര്യം, വേറൊരാളെ ജഡ്ജ് ചെയ്യരുത് എന്ന് പറയും. വേറൊരാൾ ഏത് തരത്തിലുള്ള ആൾക്കാരായാലും അവരുടെ ബാഹ്യ രൂപം കണ്ടിട്ട് നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ അടുത്ത കാലത്ത് ഓർമ്മ വന്നൊരു കാര്യം, മോഹൻജി എന്ന് പറയുന്ന ഗുരുവിനെ കേരളീയർ അറിഞ്ഞു തുടങ്ങിയത് ഒരുപാട് കാലമായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ നല്ല സുഹൃത്താണ്, എപ്പോഴും ഞാൻ മോഹൻജിയെ പറ്റി പോസ്റ്റ് ചെയ്യുകയും വീഡിയോകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ എന്നോട് പറയും, ഇങ്ങനെ ഒരു ഗുരുവിനെ പറ്റി കേട്ടിട്ടേ ഇല്ലല്ലോ, നീ മാത്രമേ കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, കേട്ടോളൂ, എൻ്റെ വീഡിയോസ് കണ്ടോളൂ, പക്ഷേ അവർക്ക് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ കണ്ണാടി കൂടിയാണ് ഗുരുവിനെ കാണുന്നത്. നീ എന്താണോ അതാണ്. ഒരു ഗുരുവിൻ്റെ ചൈതന്യം തിരിച്ചറിയണമെങ്കിൽ നമ്മളുടെ ഉൾക്കണ്ണ് തുറന്നിരിക്കണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നിളാരതിയും അമ്മുക്കേറിൻ്റെ അന്നദാനവും എല്ലാം തിരുനാവായയിൽ നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ഒരു സുഹൃത്തിനോട് ചോദിക്കാം, മോഹൻജി അപ്പോൾ ശരിക്കുമുള്ള ഗുരുവാണ്? ഞാൻ പറഞ്ഞ, നിളാരതിയും അന്നദാനവുമാണോ മോഹൻജി എന്ന് പറയുന്ന ഗുരുവിനെ ഡിഫൈൻ ചെയ്യാൻ നീ ഉപയോഗിക്കുന്ന ഒരു കാര്യം? അതിനൊക്കെ എത്രയോ മുമ്പ് മോഹൻജി തൻ്റെ ആത്മീയ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ ബാഹ്യമായ കാര്യമല്ലേ? നിങ്ങൾ കൃഷ്ണനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ ചൈതന്യം നിറഞ്ഞ ഒരു ഗുരുവിനെ കാണുമ്പോൾ കൃഷ്ണൻ്റെ പ്രസൻസ് തോന്നും. നിങ്ങൾ ശിവനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന ഒരാളാണെങ്കിൽ ആത്മീയ ചൈതന്യം നിറഞ്ഞ, അത് മോഹൻജി എന്നല്ല, ഏതൊരു ഗുരുവും. ചിലപ്പോൾ ഒരു അവധൂതൻ പ്രാകൃതമായ വേഷത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ വരും, ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ അവരെ തിരിച്ചറിയണമെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വേണം. അത് സാധനകളിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മോഹൻജിയെ നേരത്തെ തിരിച്ചറിഞ്ഞ ആ ഒരു ആത്മീയ ചൈതന്യം തിരിച്ചറിഞ്ഞവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഒരു ഗുരുവോ രണ്ട് ഗുരുവോ അല്ല, ഭാരതം ഒരുപാട് ഗുരുക്കന്മാരുടെ നാടാണ്. പക്ഷേ ഇതിൽ ഫേക്കായിട്ടുള്ള ഗുരുക്കന്മാരെയും സദ്ഗുരുക്കന്മാരെയും തിരിച്ചറിയണമെങ്കിൽ അതിന് ആത്മീയമായ അറിവ് തന്നെ വേണം. കാരണം ഇപ്പോൾ ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ തുറന്ന പുതിയ 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 ഗുരുക്കന്മാർ, അവരുമായിട്ടുള്ള ചാനൽ ചർച്ചകൾ, ഇത് ഇവർ തന്നെ സംഘടിപ്പിക്കാനാണോ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും. കാരണം അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാൻ ഒരാൾ, ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ പോകുന്നത്. എൻ്റെ ഒരു മുതിർന്ന ആൾ പറഞ്ഞ പോലെ, ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പരിപാടി അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ, ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ മോണിറ്റൈസേഷൻ നിർത്തിക്കഴിഞ്ഞാൽ കുറെ പേർക്കെങ്കിലും ഒരു സ്വസ്ഥത കിട്ടിയേനെ. ഈ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ അതിക്രമത്തിലൂടെ മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഞാൻ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ വേണം ലോകത്തുള്ള എല്ലാവരും ജീവിക്കാൻ, ഞാനാണ് പിന്നെ ജീവിതത്തിൻ്റെ മാനദണ്ഡം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്നുണ്ട്. കുറച്ച് സെലിബ്രിറ്റി ആണെങ്കിൽ പറയാനില്ല, അവരെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഏതൊക്കെ രീതിയിലാവുമ്പോൾ യാതൊരു കൺട്രോളും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടക്കുന്നതിനൊരു പരിധിയുണ്ട് എന്നുള്ളൊരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത രീതിയിലാണ് ആൾക്കാരുടെ ഈ ഒരു പോക്ക് പോകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുമ്പോൾ ഗുരുക്കന്മാരുടെ ആ ഒരു ഉപദേശം, കാരണം മറ്റൊരാളെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പക്ഷേ ഗുരുക്കന്മാരെ ജഡ്ജ് ചെയ്യുന്നതിൽ കേരളീയർ വളരെ മുൻപന്തിയിലാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അതിന് ഈ മോണിറ്റൈസേഷനൊക്കെ ഒരു വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഒരിക്കൽ സ്വാമി രാമ എന്ന് പറയുന്ന ഒരു ഹിമാലയത്തിലെ ഗുരുക്കന്മാരോടൊപ്പം എന്ന ഒരു ഗ്രന്ഥം എഴുതിയ ഒരു ഗുരുവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിരുന്നു, അദ്ദേഹത്തിനെ ഗുരു ഒരു പ്രത്യേക സാധന ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു. 41 ദിവസം പോയി സാധന ചെയ്യൂ എന്ന് പറഞ്ഞാണ് വിട്ടത്. അപ്പോൾ ആ സാധന ചെയ്തപ്പോൾ 41 ദിവസം നിനക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും, പക്ഷെ 41 ദിവസം കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ഐസൊലേഷനിൽ പോയിരുന്നിട്ടാണ് ഈ ഒരു സാധന ചെയ്യേണ്ടത്. ഡാർജിലിങ്ങിലോ മറ്റോ ആണ് ഈ ഒരു സാധന ചെയ്തത്. അപ്പോൾ അദ്ദേഹം പോയി, അദ്ദേഹം വളരെ ചെറുപ്പമാണെന്ന് യുവാവായിരുന്നു. ഡാർജിലിംഗിലെ ഒറ്റപ്പെട്ട ഒരു ശ്മശാനത്തിൽ പോയിട്ട് ഈ സാധന ചെയ്ത് 39 ദിവസം ആയപ്പോഴേക്കും മായ അദ്ദേഹത്തെ വലച്ചു തുടങ്ങി.
അദ്ദേഹത്തിന് ഓരോ ചിന്തകളായിട്ട് വന്നു തുടങ്ങി. ഞാൻ എന്തിനാണ് എൻ്റെ നല്ലൊരു സമയം ഇങ്ങനെ കളയുന്നത്? വെക്കേഷനായിട്ട് ഈ 41 ദിവസവും ഞാൻ ഇവിടെ വന്ന് തപസ്സിരുന്നു. ഗുരു ഈ പറയണമൊക്കെ ശരിയാണോ? ഗുരു തന്നെ സദ്ഗുരു ആണോ എന്നൊക്കെ തോന്നലുകൾ, ഇങ്ങനെയാണ് മായ നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത്. അപ്പോൾ ഈ സാധന പൂർത്തിയാക്കാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. 39ാമത്തെ ദിവസം അദ്ദേഹം ആ ജ്വലിച്ചുകൊണ്ടിരുന്ന ഹോമകുണ്ടത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് കെടുത്തി അവിടെ ഒരു കുടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുടിലൊക്കെ ഇളക്കിക്കളഞ്ഞു. എന്നിട്ട് വിചാരിച്ചു, എനിക്ക് വയ്യാനി ഒറ്റയ്ക്ക്, എൻ്റെ നല്ല സമയം മുഴുവൻ ഞാനിങ്ങനെ കളയുകയാണ്, ഞാൻ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് നടന്നു തുടങ്ങി. കാൽമാർഗമായിട്ട് നടന്നാലേ ബസ്സോ ഒക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലത്തെത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം അങ്ങനെ നടന്നു വരുമ്പോൾ ദൂരെ നിന്ന് ഒരു നൃത്തത്തിൻ്റെ അകമ്പടിയായിട്ടുള്ളൊരു സംഗീതം കേൾക്കുകയാണ്. അത് അവിടെ അറിയപ്പെട്ടിരുന്ന ഒരു വേശ്യയുടെ വീട്ടിൽ നിന്നാണ് സംഗീതം കേൾക്കുന്നത്. അപ്പോൾ ഇതിലെ വിളക്കിലെ എണ്ണ തീരാറായി, തിരി കെടാറായി, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു വാണിംഗ് കൊടുക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയത്. പിന്നെ ആ ഒരു പാട്ട് അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. ആ വരികളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇത്രയും സാധന ഞാൻ 39 ദിവസം ചെയ്ത സാധന ഇപ്പോൾ തീരാറായപ്പോൾ ഞാൻ എന്തുകൊണ്ട് നിർത്തി എന്ന് വിചാരിച്ചിട്ട് ആ പാട്ട് കൊണ്ട് മാത്രം അദ്ദേഹം അവിടെ നിന്നു. എന്നിട്ട് തിരിച്ചു നടന്നു പോയി 41 ദിവസത്തെ സാധന അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഫലം ലഭിച്ചു. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു വേശ്യാസ്ത്രീയുടെ വീട്ടിൽ കയറി. അപ്പോൾ അവർ അദ്ദേഹത്തെ കണ്ട ഉടനെ കയറി കഥ കടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഒരു യുവ സന്യാസി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അദ്ദേഹത്തിനെ കാണാൻ ഞാൻ അർഹയല്ല, അദ്ദേഹത്തിനോട് തിരികെ പോകാൻ പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ വന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകൂ, ഇവർക്ക് കാണാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം വാശി പിടിച്ചത് എനിക്ക് അമ്മയെ പോലെയാണ്, എനിക്കൊന്ന് കാണണമെന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വേശ്യാസ്ത്രീ വന്നപ്പോൾ അവരുടെ കാൽക്കൽ ഇദ്ദേഹം നമസ്കരിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കാൽക്കൽ നമസ്കരിക്കരുത്, ഞാൻ വളരെ ചീത്ത സ്ത്രീയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനത്തെ അല്ല, എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ അമ്മയെപ്പോലെ തന്നെ ജീവിക്കും, നീ എന്നെ അമ്മ എന്ന് വിളിച്ചല്ലോ, അപ്പോൾ അതിനെ അർഹിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് അവർ എല്ലാം ഉപേക്ഷിച്ച് ഗംഗയുടെ തീരത്ത് പോയി തപസ് ചെയ്തു. ഒരു രാപകല് നമശിവായ മന്ത്രം രാമരാമ മന്ത്രമാണ് ജപിച്ചത് അവർ, താരകമന്ത്രം. എന്നിട്ട് ആ ഒരു മന്ത്രം ജപിച്ച് അവർ അവസാനം ഒരു സന്യാസിനിയെ പോലെ അവരാരോടും ഒന്നും സംസാരിക്കില്ല. ഒരു ദിവസം അവർ പറഞ്ഞു, എൻ്റെ ശരീരം ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്, എൻ്റെ ശരീരം ഗംഗയിൽ മീനുകൾക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് രാമനാമം ജപിച്ച് തന്നെ അവർ ഇച്ഛയാൽ ശരീരം ഉപേക്ഷിച്ചു. അവരൊരു യോഗിനിയായി തീർന്നു. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ സമൂഹം നിശ്ചയിക്കുന്ന അളവുകോലുകൾക്കനുസരിച്ചല്ല ഭഗവാന്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ എന്താ പറയുക, അതിൽ തന്നെ പറയുന്നുണ്ട്, സെയിൻറ്റ് പോളായി തീർന്നത് ദാളിന് മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു കൊള്ളക്കാരനോ മറ്റോ ആയിരുന്നു. അദ്ദേഹമാണ് പിന്നീട് സെയിൻറ്റ് പോളായി തീർന്നതെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല, വായിച്ച് ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാത്മീകി രാമായണം എഴുതിയത്. അപ്പോൾ മാനസാന്തരം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് എല്ലാ കൊള്ളക്കാർക്കും വാത്മീകി ആവാൻ പറ്റില്ല. കാരണം ഞാൻ സ്ത്രീകളെ വളരെയധികം എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഗുരു എന്ന് പേരുള്ള അദ്ദേഹത്തെ പറ്റിയൊക്കെ പിന്നീട് ഒരുപാട് വാർത്തകൾ വന്നു. പറഞ്ഞപ്പോൾ ഒരാളെന്നോട് ചോദിച്ചാൽ വാത്മീകിക്ക് കാട്ടാളിന് വാത്മീകി ആവാമെങ്കിൽ ഇദ്ദേഹം പണ്ട് പല തട്ടിപ്പ് കേസുകളിലും പെട്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാത്മീകിക്ക് കാട്ടാളിന് വാത്മീകി ആവാൻ പറ്റും, പക്ഷെ എല്ലാ കാട്ടാളന്മാരും വാത്മീകി ആയിക്കൊള്ളണം എന്നില്ല, സൂക്ഷിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ കാലത്ത് സ്പിരിച്വാലിറ്റിയും വളരെ സൂക്ഷിച്ച് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യമല്ല, പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ അടുത്ത കാലത്തെ സൗന്ദര്യലഹരി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദിശങ്കരാചാര്യ ദേവിയുടെ ആ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ ഒരു കൃതിയാണ്. അതേപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിലും ദേവിയെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ലളിതാ സഹസ്രനാമം നമ്മൾ ജപം നടത്തുന്നുണ്ട് ഗ്രൂപ്പിൽ, എല്ലാവരും നിത്യജപം നടത്തുന്ന ഒന്ന് തന്നെയാണ്. ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പലപ്പോഴും അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ലളിതാ സഹസ്രനാമം വയ്ക്കും. പക്ഷെ അടുത്ത കാലത്തായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട്സ് വന്നുകൊണ്ടിരുന്നു. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മനുഷ്യ ശരീരമുണ്ട്, അതനുസരിച്ച് കുറേ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്. ഇന്ന നിറം വേണം, ഇന്നതുപോലെ അവയവങ്ങൾ ഇരുന്നാൽ അത് പൂർണ്ണമായി. അങ്ങനെയുള്ള പൂർണ്ണതയോടുകൂടിയാണ് ദേവിയെ ലളിതാ സഹസ്രനാമത്തിലും സൗന്ദര്യലഹരിയിലും ഒക്കെ വർണ്ണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ മനുഷ്യ സ്ത്രീകളിലേക്കും വച്ച ഉജ്ജ്വലമായ രൂപത്തോടു കൂടി എങ്ങനെ ഉണ്ടാവും, അതിലെ പൂർണ്ണത വന്ന ഒരു രൂപം.
അപ്പോൾ സത്യസായി ബാബയുടെ ഒരു അനുഭവം അത് പണ്ട് വായിച്ചാൽ ബാബ പറയുമല്ലോ, നിങ്ങളൊരു ബാബ ഇങ്ങനെ എന്താ എല്ലാവരെയും എന്താ പറയുക, മലയാളത്തിൽ പറയുമ്പോൾ പോത്ത് എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ അഭിസംബോധന ചെയ്യുമല്ലോ. അപ്പോൾ ബാബ പറയും, ഒരു പോത്തിനോട് ദൈവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പോത്ത് പറയും വളരെ ഉജ്ജ്വലമായൊരു പോത്ത്, അതായത് വളരെ വലിയ കൊമ്പുകളും വളരെ തടിച്ച ശരീരവും മസിലൊക്കെ ഉള്ള ബോഡിയൊക്കെ ആയിട്ടുള്ള ഒരു പോത്ത്. അത്രേ പോത്തിന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞതായിട്ട് ഇങ്ങനെ ഓർമ്മയുണ്ട് എനിക്ക്. അപ്പം ഞാനും വിചാരിച്ചു നമ്മുടെ അവസ്ഥ ഇത് തന്നെയല്ലേ, നമുക്കിപ്പോൾ ഒരു മനുഷ്യ ശരീരമുണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ അറിയില്ല. നമ്മൾ പിന്നെ കാലുകളില്ലാത്ത മാലാഖമാരെയൊക്കെ ചിന്തിക്കുക, അതിനപ്പുറത്തേക്ക് അപ്പോഴും അറിയില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗോളങ്ങളുണ്ട്, സൂര്യനെ പോലെ ഒരുപാട് സൂര്യന്മാരുണ്ടാവും. നമ്മളെക്കാളും വളരെ ഇവോൾവ് ചെയ്ത അന്യഗ്രഹ ജീവികളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അടുത്തിടയ്ക്ക് പിന്നെ അമേരിക്കയിലേക്ക് അത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ കാലം മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയല്ലാതെ ജീവസാന്നിധ്യമുള്ള വേറെ ഗ്രഹങ്ങൾ കാണാം, നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല, കാരണം വേറെ സൗരയൂഥമായിരിക്കാതെ. അപ്പോൾ അവിടെയൊക്കെ വേറെ രൂപത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നമ്മളെക്കാൾ ഇവോൾവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അവരുടെ സൗന്ദര്യ സങ്കല്പം അനുസരിച്ചിട്ടല്ലേ അവരെ ദൈവത്തിനെ തീരുമാനിക്കുക. നമ്മൾ ചിന്തിക്കുന്ന ഇപ്പോൾ പരാശക്തി മെഡിറ്റേഷനിലൊക്കെ നമ്മൾ ദേവിയെ ആ ചൈതന്യമായിട്ടാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ അതുപോലെ സർവ്വപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ നമുക്കിങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ വർണ്ണിക്കാൻ പറ്റും. അത് നമ്മുടെ ഒരു ലിമിറ്റേഷൻ അല്ലേ ഈ കാണിക്കുന്നതെന്നൊക്കെയുള്ള തോട്ട്സ് എനിക്കിങ്ങനെ വരിക. ഈ തോട്ട്സ് ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇതൊരു ഒരു ഒരു ഫർദർ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാക്കില്ല. അതുപോലെ ഇപ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോഴൊക്കെ ഈ ഒരു ചിന്തയാണ്, നമ്മളെ എങ്ങനെയാണോ ദേവി ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരു പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ ദേവി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ മനുഷ്യർക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുമ്പോൾ മോഹൻജിക്ക് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, മോഹൻജി ഇങ്ങനെ ഒരു തോട്ട്സ് എനിക്ക് എപ്പോഴും വരണം, നമ്മളുടെ ഒരു പരിമിതിയല്ലേ, മനുഷ്യ മനസ്സിൻ്റെ ഒരു പരിമിതിയല്ലേ ദേവി ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്. അപ്പം മോഹൻജി പറഞ്ഞു, മോഹൻജി മൂകാംബിക ദേവിയെ നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തിരിച്ചയച്ചത്. അത് ഞാൻ നേരത്തെ ഇങ്ങനെ ജസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. മോഹൻജി അതിൽ പറഞ്ഞിട്ടുമില്ല എന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഒട്ടും അറിയില്ല. മോഹൻജി എന്നോട് പറഞ്ഞു, ഞാൻ മൂകാംബിക ദേവിയെ കണ്ടത് ഒരു വെസ്റ്റേണറുടെ അറ്റയലാണ്, അതായത് ഒരു വെസ്റ്റേൺ സ്ത്രീയെ പോലെയാണ് ഞാൻ കണ്ടത്. അവരുടെ ആ സ്കിൻ ടെക്സ്ചറും അവരുടെ ഹെയറും എല്ലാം ഒരു വെസ്റ്റേൺ ആയിട്ട് വളരെ എന്താ പറയുക വ്യത്യാസമുള്ള, അവരെ കണ്ടാൽ ഒരു സാധാരണക്കാരിയല്ല എന്ന് അറിയാമായിരുന്നു. മോഹൻജിയുടെ കൂടെ ഉള്ളവരോട് മോഹൻജി പറഞ്ഞത് ഒരു സാധാരണ സ്ത്രീയല്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു രാജേഷ് കാമത്തിൻ്റെ ബുക്കിലാണ് തോന്നുന്നു വായിച്ചിട്ടുള്ളത്. ദേവി മോഹൻജിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, സാധാരണ നമ്മൾ ഒരു ഇന്ത്യൻ രൂപഭാവങ്ങളോടെയാണല്ലോ ദേവിയെ എപ്പോഴും നമ്മൾ വർണ്ണിക്കുക, അങ്ങനെയല്ല ഒരു വെസ്റ്റേണറുടെ രൂപത്തിലായിരുന്നു എന്ന് മോഹൻജി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മോഹൻജിയുടെ മറുപടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ക്ലിക്കായത് വേറൊരു അനുഭവമാണ്. കാരണം ഇത് 2 വർഷം മുമ്പുണ്ടായ അനുഭവം. ഇപ്പോഴത്തെ ഉത്സവം, കോതവളങ്ങരയിലത്തെ ഉത്സവം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിൻ്റെ സമയത്തുണ്ടായ ഒരു അനുഭവം അത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഉത്തരം മോഹൻജിയിൽ നിന്ന് വന്നപ്പോൾ എനിക്കതിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടി എന്നുള്ളത്. ആ ഉത്സവ സമയത്ത് ഞാൻ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ദേവി തിരിഞ്ഞിരിക്കുന്നത് ഒരു പുഴയിലേക്കാണ്. ചാലക്കുടി പുഴയുടെ ഒരു ചെറിയ തോട് പോകുന്നുണ്ട്. അത് ദേവി പടിഞ്ഞാട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, പടിഞ്ഞാറ് ദർശനമായിട്ടുണ്ട്. പടിഞ്ഞാറ് കറക്റ്റ് പടിഞ്ഞാറല്ലെങ്കിലും അവിടേക്കാണ് ദർശനമായിട്ടിരിക്കുന്നത്. അക്കരെയാണെങ്കിലും മഹാദേവനും വിഷ്ണുവും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു പോകുന്നത്. അപ്പം ഞാൻ ആ ഭാഗത്തായിട്ട് നിൽക്കുമായിരുന്നു. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആറാട്ട് കഴിഞ്ഞ് പോയ ആ സമയത്ത് എന്തോ ആണ്. ഞാനിങ്ങനെ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അവർ ഒരു യൂറോപ്യൻ ഡ്രസ്സൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അവരുടെ പുറത്തൊരു ബാഗും ഉണ്ടായിരുന്നു, ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് ഒരു വെസ്റ്റേണർ ഇങ്ങനെ നടന്നു വന്നു. അവിടെ അധികം ആരും ഇല്ല, ആറാട്ടൊക്കെ കഴിഞ്ഞ് പോയി എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെ കണ്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ അവിടെ ഇങ്ങനെ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് തൊഴുതിട്ട്. അപ്പോൾ അവരെന്നോട് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അവർ ഉത്തരം പറഞ്ഞത് ഫ്രാൻസിൽ നിന്നോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, എന്താ അകത്ത് ഒരു ശബ്ദം കേൾക്കുന്നത്? അപ്പോൾ അവിടെ ഇങ്ങനെ കൊട്ട് നടക്കുന്നുണ്ട്, കൊട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവമാണ്, ഇവിടെ ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള
ശബ്ദങ്ങളൊക്കെയാണ് ഈ കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, എനിക്കൊന്ന് അകത്ത് കയറാൻ പറ്റുമോ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വെസ്റ്റേണർക്ക് അങ്ങനെ കയറാൻ പറ്റുമോ എനിക്കറിയില്ല, നമ്മുടെ ക്ഷേത്രാചാരങ്ങൾക്ക് അത് വിരുദ്ധമാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം, പക്ഷേ ഇവിടെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട്. നമ്മൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണല്ലോ പൊതുവെ പറയാം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു നോക്കാം, പക്ഷേ സമ്മതിക്കുമെന്നുള്ള അറിയില്ല. ഇതുപോലെ ഇപ്പോൾ നാട്ടിൻപുറത്തുള്ള ഒരു ക്ഷേത്രമാണ്, പിന്നീട് പ്രശ്നമാവുമെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾക്കിതിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഹിന്ദുമതമാണിത്, ഇതിലൊക്കെ വിശ്വാസമുണ്ടോ, അത് വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്ക് മതമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ എന്തിനാണ് വർഷിപ്പ് ചെയ്യുന്നത്? ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്തു മതവിശ്വാസി എന്നാണ് വിശ്വസിക്കുന്നത്, പള്ളിയിലൊന്നും പോകാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുക? അവർ പറഞ്ഞു, ഐ എം എ വർഷിപ്പർ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞു. ഞാൻ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, വർഷിപ്പർ ഓഫ് നേച്ചർ. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ അകത്ത് പോകുന്നത്? നിങ്ങളകത്തിരിക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ ഞങ്ങൾ പ്രകൃതി എന്ന് തന്നെയാണ് പറയാം. പരമേശ്വരൻ്റെ പ്രത്യക്ഷ രൂപമാണ് പ്രകൃതി എന്ന് നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഏതൊരു പ്രകൃതിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ പ്രകൃതി തന്നെയാണ് ഇവിടെ ശ്രീകോവിലിൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രകൃതി ആരാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അകത്ത് കയറി ആരാധിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അവർ ചിരിച്ചുകൊണ്ട് ശരി എന്ന് പറഞ്ഞാൽ ഹായ് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകമാണ് അപ്പോൾ തോന്നിയത്. വർഷിപ്പർ ഓഫ് നേച്ചർ കൊള്ളാലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിക്കും, ഇവർ എവിടെ നിന്ന് വന്നു? കാരണം ഞാനവിടെ അങ്ങനെ കണ്ടിട്ടില്ല, അതിന് മുമ്പും കണ്ടിട്ടില്ല, പിമ്പും കണ്ടിട്ടില്ല. അവർ ആ പുഴയുടെ സൈഡിൽ നിന്നാണ് വന്നത്. അവിടെ വീടുകളൊന്നുമില്ല, അവിടെ പുഴയാണ്, പുഴയിൽ അവസാനിക്കുക. അപ്പം ഞാൻ എന്നിട്ട് പിന്നീട് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. അവരോട് ചോദിക്കണമായിരുന്നു, പിന്നെ അവർ വല്ല ട്രീറ്റ്മെൻറ്റോ വല്ലോ എന്തിനോ വല്ല വന്നായിരിക്കും, ഇവിടെ ആയുർവേദ അതിനൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു ഉത്തരം മോഹൻജി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ചെയ്തു. അത് ശരിക്കും വർഷിപ്പർ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ദത്തയാണ്, ദത്ത ഭഗവാനാണ് ഈ പിന്നെ പറയുക പ്രകൃതിയായിട്ട് വരുന്നത്. ഭഗവാനെ ഏത് രൂപം വേണമെങ്കിലും എടുക്കാം. അത് നമുക്കുള്ള ഒരു സന്ദേശം കൂടെ ആ വന്നതാരാന്ന് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് അന്ന് ആ ദേവിയുടെ നടയ്ക്ക് നിന്ന് ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ ശരിക്കും ദേവിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു പരാശക്തിയെ, പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന പരാശക്തിയെ ആരാധിക്കുന്ന, നമ്മൾ നേച്ചറിനെ വർഷിപ്പ് ചെയ്തേ പറ്റൂ. പ്രകൃതിയെ, ഭൂമിയെ, ഭൂമിയിലുള്ള എല്ലാത്തിനെയും ആരാധിച്ച് തന്നെ പറ്റുള്ളൂ. കാരണം പ്രകൃതിയാണ് ഞാൻ എന്നാണ് ദത്തൻ പറഞ്ഞത്. എന്നെ കാണണമെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരാളെ വർഷിപ്പ് ചെയ്യുമ്പോൾ ഭൂമിയെ നമ്മൾ മിസ്ട്രീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഭൂമിയെ, പ്രകൃതിയെ പരിപാലിക്കാതെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നതിലൊക്കെ എന്താ അർത്ഥം ഇരിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ പുഴകളെ വളരെ മോശമായിട്ടാണ് ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ കുളങ്ങൾ, തടാകങ്ങൾ പോയാലും അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഈ യങ് ജനറേഷൻ അവർ കുറച്ചും കൂടെ ഭേദമാണെന്ന് തോന്നുന്നു. കാരണം അവരെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജനറേഷൻ പഠിക്കുമ്പോൾ അത്രയും പ്ലാസ്റ്റിക് ഇല്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ നിക്ഷേപിക്കണം എന്നൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ടാണോ എന്നും അറിയില്ല. യാതൊരു തരത്തിലുള്ള സാമൂഹ്യ ബോധവും ഇല്ലാതെയാണ് നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ ഒരു മാനദണ്ഡവും പാലിക്കുന്നില്ല. നമ്മുടെ വരും തലമുറയെ നമ്മൾ കരുതുന്നേ ഇല്ല എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നിളയിലെ ഇത് സംഘടിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ആശങ്ക ഇതായിരുന്നു, ഇത് എന്താവും ഇത് കഴിയുമ്പോൾ നിളയുടെ അവസ്ഥ എന്ന്. പക്ഷേ സേവാഭാരതിയെ പോലെയുള്ള സന്നദ്ധ സംഘടനകൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അപ്പോഴും എനിക്ക് തോന്നിയ കാര്യം, നിള ആരതിക്കൊക്കെ പോകുന്നവർ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു സാമൂഹിക അവബോധം വേണ്ടേ? ശരിക്കും ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ വേണ്ടി. ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ മഹാകുംഭമേള അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാക്കുകയും വരുന്നവരെ ഒന്ന് അവബോധം കൊടുക്കുകയും വേണ്ടി. അവർ ഏതൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നമ്മൾ ശ്രീകോവിലിൽ കയറി ഏതൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ തന്നെ പ്രത്യക്ഷ രൂപമാണ് പ്രകൃതി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ പുഴയെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലല്ലോ. അതിന് വച്ചിട്ടുള്ള അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുനാവായിൽ ഞാൻ പോയപ്പോൾ അവിടെയൊക്കെ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിന് അത് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടും ആ പുഴയിൽ നിന്ന് അത്രയധികം മാലിന്യങ്ങൾ സേവാഭാരതി മാറ്റി എന്നുള്ളത് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നുന്നു. പിന്നെ എനിക്ക് മോഹൻജിയോട് ഞാനിങ്ങനെ ഈ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് ഞാൻ മറുപടി അയക്കുകയും ചെയ്തു. അപ്പോൾ മോഹൻജി ഇങ്ങനെ എന്താ വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് എനിക്ക് അയച്ചത്. അതിൻ്റെ അർത്ഥം എന്താ എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, പണ്ട് ഗുരുവായൂരും ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ മരിച്ചതിന് ശേഷം അവിടെ പോയപ്പോൾ ഒരു ചെറിയ കുട്ടി
വന്ന് എൻ്റെ അടുത്ത് പാൽപ്പായസം ചോദിച്ചു. അപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകൻ്റെ ഒരു സാന്നിധ്യം തോന്നി. അത് കഴിഞ്ഞിട്ട് എനിക്കന്നും നമുക്കൊരു പ്രസൻസ് പോലെ തോന്നും, പക്ഷേ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. പക്ഷെ പിന്നീട് വേറൊരു സ്വാമിജിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഗുരുവായൂർ നിങ്ങളൊരു കുഞ്ഞിനെ കണ്ടില്ലേ, ഭഗവാൻ അറിയിച്ചതാണ്, ഭഗവാന്റെ അടുത്താണ് കുഞ്ഞെന്ന്. പക്ഷെ അന്ന് എനിക്കത് വിശ്വാസമായില്ലെങ്കിൽ ഇപ്പോഴുള്ള എൻ്റെ യാത്ര നോക്കുമ്പോൾ എനിക്കറിയാം അവൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത്. കാരണം നമുക്കുണ്ടാവുന്ന മാറ്റമാണ് ആ ഒരു കുഞ്ഞ് പോയതിന് ശേഷമുള്ള എൻ്റെ ജീവിതവും അതിനു മുമ്പുള്ള ജീവിതവും രണ്ട് തന്നെയാണ്. അതിന് ശേഷം എന്താ പറയുക, ആ ഒരു ഭൗതികമായ ജീവിതത്തിനോട് അത്ര താല്പര്യം നമുക്ക് എന്താ പറയുക വരുന്നത് അനുഭവിക്കുക. രാമായണത്തിൽ പറയുന്നത് പോലെ ഭോഗം വിധീകൃതം വർജിക്കുകയും വേണ്ട, ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറി. അപ്പോൾ ആ ഒരു എന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഭഗവാൻ അന്ന് പറഞ്ഞത് സത്യമാണ്. ഭഗവാന്റെ അടുത്തുണ്ട്. ഗുരുവായൂർ പിന്നെ എപ്പോൾ പോകുമ്പോഴും എനിക്ക് തോന്നുക എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രതീതി പോലെയാണ് എനിക്ക് തോന്നാറ്. അത് അന്ന് ആ സ്വാമിജി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഇതും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് മോഹൻജി പറഞ്ഞപ്പോഴാണ്. അപ്പോൾ നമുക്കോരോ കൺസെപ്റ്റുകളുണ്ട് ദേവിയെ പറ്റി. ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ വന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഏതൊരു രീതിയിൽ ഭഗവാൻ അല്ലെങ്കിൽ ഗുരു നമ്മുടെ മുമ്പിൽ വരും എന്നറിയില്ല. ഗുരു കുറേ പ്രശസ്തനാവുമ്പോൾ തിരിച്ചറിയുക. നമ്മൾ ഇപ്പോൾ ഭഗവാന്റെ ഭയങ്കര ഒരു ഭക്തയാണെങ്കിൽ ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അല്ലെങ്കിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചൈതന്യമുള്ള ഏത് വസ്തു കണ്ടാലും അത് എൻ്റെ തന്നെ ചൈതന്യമാണ്, എൻ്റെ തന്നെ അംശമാണ് എന്ന് അറിയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പേര്, പ്രശസ്തി, അല്ലെങ്കിൽ കഷായ വസ്ത്രം, രുദ്രാക്ഷമാല, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്വാമിയായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുവായിട്ട് അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ജീൻസും ഷർട്ടും ഇട്ട് വന്നു കഴിഞ്ഞാൽ ഗുരു അല്ലാതെയാവോ? ഇപ്പം ദേവി മൂകാംബിക ഒരു വെസ്റ്റേൺ അറ്റയറിൽ വന്ന പോലെ അന്ന് കൊതവളങ്ങനെ വന്നത് ആ ഒരു ലേഡി ആരാന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചറിയാനുള്ള കണ്ണില്ലാതെ പോകുന്നതായിരിക്കും. ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ തന്നെ ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ദേവിയുടെ രൂപം വർണ്ണിക്കുന്നതായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ദേവി എല്ലാ രൂപങ്ങൾക്കും അതീതയല്ലേ. ഒരുപക്ഷെ വേറൊരു ഗ്രഹത്തിൽ വേറൊരു സൗന്ദര്യ സങ്കല്പമാണെങ്കിൽ ചിലപ്പോൾ ദേവി ആ രൂപത്തിലായിരിക്കാം അവിടെയുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഈ 30 മുക്കോടി ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ദേവിക്ക് ഏത് രൂപം വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ആ പ്രപഞ്ച ചൈതന്യത്തിന് ഭഗവാൻ, ദേവി എന്നൊക്കെ പറയുന്നത് ഒരേ എനർജി സോഴ്സ് ആണല്ലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു രൂപം ഭഗവാൻ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുവും ഗുരു പരമ്പരയും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളൊരാളുടെ രൂപം കണ്ട് ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യരുത് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസും കൂടെയാണ് ഗുരു ഈ പറഞ്ഞ വരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ജഡ്ജ്മെൻറ്റ്, ഇപ്പം അടുത്ത കാലത്ത് എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയത്, ഒരു ചെറിയ കുട്ടി മരിച്ചുപോയി, അതിൻ്റെ അച്ഛനമ്മമാർ അതിൻ്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്തു. അവരെത്ര വലിയ ത്യാഗം ചെയ്തത്. അപ്പോൾ അവർ കരയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ താഴെ വന്ന് പറയുന്ന കമൻസ്, അത് വളരെ ദുഃഖകരമാണ്. വേറൊരാളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? മനസ്സ് മരവിച്ച ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്ന നിർത്തി. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് ക്വിറ്റ് ചെയ്താലോ എന്ന്. കാരണം തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനത്തെയാണ്. കാരണം അതിൻ്റെ ആ ഒരു കുഞ്ഞ് പോയി എന്നുള്ള അവർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിലൂടെ കടന്നു പോയവർക്കേ ആ വേദന അറിയുള്ളൂ. എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞ് വിട്ടുപോയി എന്നുള്ളത് മനസ്സൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതുവരെ ചിലപ്പോൾ അവർക്ക് കരയാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കരയാൻ ഇഷ്ടമില്ല. കാരണം ഈ ഒരു കാര്യം ഞാനും കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ഈ കരച്ചിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രഹസനമാവുന്ന ഒരു കാലഘട്ടം കൂടിയുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കരയുക, അങ്ങനെ കരയാൻ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ മനസ്സ് മരവിച്ചിരിക്കുകയായിരിക്കും. അതിൻ്റെയൊക്കെ താഴെ പോയിട്ട് കമൻറ്റ് ഇടുക. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു വലിയൊരു കോടതിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല പലരുടെയും യഥാർത്ഥ ജീവിതം എന്നും കൂടെ ഓർക്കുക. ഈ പല പല ഗുരുക്കന്മാർ വരുന്നുണ്ട്, പല പല എന്താ പറയുക മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം പലപ്പോഴും മുഖം മൂടികൾ പൊളിഞ്ഞു വീഴുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കേണ്ടതും വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ യഥാർത്ഥ ഗുരു അല്ലെങ്കിൽ യഥാർത്ഥ ഈശ്വര ചൈതന്യമുള്ളവർ മുമ്പിൽ വന്ന് നിൽക്കുമ്പം അവർ നമ്മുടെ കൺസെപ്റ്റിലുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റിലുള്ള ആ ഒരു മുഖം അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്.
പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ ഭഗവാൻ ചിലപ്പോൾ ഒരു യാചകൻ്റെ വേഷത്തിലായിരിക്കും. സായിബാബയൊക്കെ അങ്ങനെയാണല്ലോ നമ്മളെ വന്ന് പരീക്ഷിക്കാറ്, ഒരു യാചകൻ്റെ വേഷത്തിൽ, ഒരു നായയുടെ വേഷത്തിലൊക്കെ. ഏത് രൂപത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ രൂപങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു പ്രപഞ്ചശക്തിയെ, ആ ഒരു പരാശക്തിയായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രപഞ്ച ചൈതന്യത്തെ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാമെന്നുള്ളത് നമ്മളെപ്പോഴും കരുതുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.